ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം. എന്തിനാണ് രേവതി ദിവസവും പൂരി മസാല തന്നെ ഉണ്ടാക്കുന്നത്? ഇത് അങ്കിൾ മാത്രമല്ല, ഞങ്ങൾ കഴിച്ചാലും കൊളസ്ട്രോൾ തന്നെയാണ് കൂടുന്നത് എന്ന് ശ്രുതി പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അതെന്താ, ഈ വീട്ടിൽ സച്ചി മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇഷ്ടങ്ങളില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കി ഭക്ഷണം ഉണ്ടാക്കാൻ ഇത് ഹോട്ടലല്ല എന്ന് രവീന്ദ്രൻ പറയുന്നു. ഇവൾ ദിവസവും ഇങ്ങനെയുള്ള എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്കിങ്ങനെ വന്നത്. ആരും നന്നായിരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഞാനിങ്ങനെ സ്ലിം ആയി ഇരിക്കുന്നത് ഇവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതിയും രവിയും ചിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? ഞാനിത്തിരി കൊള്ളുകൊള്ളു എന്നുണ്ട്, അതെന്താ മോളെ പറയാ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ, ചബ്ബി എന്നാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടമാണ്. കുറേ ദിവസമായില്ലേ ഞാനിത് സച്ചിയേട്ടന് ഉണ്ടാക്കി കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് എന്ന് രേവതി പറയുമ്പോൾ, എനിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് സച്ചി ഇറങ്ങി വരുന്നത് കാണിക്കുന്നു. രവീന്ദ്രൻ സച്ചിയെ നോക്കുമ്പോൾ സച്ചി സൗണ്ട് താഴ്ത്തിക്കൊണ്ട്, എനിക്ക് വേണ്ടി എന്തിനാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, നീ ഇത് കഴിച്ചിട്ട് പോ എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ സച്ചി കഴിക്കാൻ ഇരിക്കാനായി പോകുന്നു. അത് കാണുമ്പോൾ ചന്ദ്ര, അതെങ്ങനെയാണ് അവൻ കഴിക്കുന്നത്? നീ കാരണമാണ് അവൻ്റെ അച്ഛൻ ജയിലിലായതും ഹോസ്പിറ്റലിലായതും ഒക്കെ. അതിനുവേണ്ടി ഓടി നടന്നതൊക്കെ അവൻ ഇത്രയും പെട്ടെന്ന് മറക്കുമോ എന്ന് പറയുമ്പോൾ സച്ചിക്ക് രേവതിയോട് പിന്നെയും ദേഷ്യം കൂടുന്നു. അവിടെ നിന്നും പോകാൻ നിൽക്കുന്ന സച്ചിയോട് രേവതി കഴിക്കാനായി നിർബന്ധിക്കുമ്പോൾ, എനിക്ക് ഭൂരി ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഭൂരി ഇഷ്ടമല്ല എന്നാണോ അതോ എന്നെ ഇഷ്ടമല്ല എന്നാണോ പറയുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ, രണ്ടും തന്നെയാണ്. ഇന്നലെ വരെ ഇഷ്ടമായിരുന്നു, ഇന്ന് ഇഷ്ടമല്ല എന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയുടെ കണ്ണ് നിറയുന്നു. അതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ, ഇതെല്ലാം കൊണ്ടുപോയി കുപ്പയിൽ കൊട്ടാൻ ചന്ദ്ര പറയുന്നു. ഈ സമയം ശ്രുതി കഴിക്കാനായി ഇറങ്ങി വരുന്നു. ഭൂരിയാണല്ലേ ഇന്ന് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കാനിരിക്കുമ്പോൾ ശ്രുതിയെ തടയുന്നു. രാവിലെ ഇതുപോലെയുള്ള എണ്ണപ്പലഹാരങ്ങൾ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രുതി, ഞാൻ നിനക്ക് ABC ജ്യൂസ് ഉണ്ടാക്കി തരാം, വാ എന്ന് പറയുമ്പോൾ ചന്ദ്രയും ശ്രുതിയും വല്ലാതാകുന്നു. എന്താ ആൻറ്റി, ആ ജ്യൂസ് നല്ലതല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ സൂപ്പറാണ് മോളെ എന്ന് പറയുന്നു. രാവിലെ തന്നെ ഇങ്ങനെയുള്ള ഓയിൽ ഫുഡ് കഴിക്കരുത്, ഹെൽത്തി ആയ ഫുഡ് വേണം കഴിക്കാൻ. ഇത് ഞാൻ പറയുമ്പോൾ ആർക്കും ഇഷ്ടമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി രേവതിയെ നോക്കുന്നു. പിന്നീട് ജ്യൂസ് ഉണ്ടാക്കാനായി മൂവരും പോകുന്നു. സച്ചി കഴിക്കാത്തതിലുള്ള സങ്കടത്തിൽ രേവതി അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ രവീന്ദ്രൻ രേവതിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. പിന്നീട് ശ്രീകാന്തിനെ കാണിക്കുന്നു. അവിടത്തേക്ക് പുതിയ ഡ്രസ്സുകൾ എടുത്തുകൊണ്ടുവരുന്ന വർഷയെ കാണിക്കുന്നു. ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി എടുത്ത ഡ്രസ്സുകളായിരുന്നു അത്. വർഷയ്ക്ക് എടുത്ത സാരി ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ, എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. നിന്റെ സെലക്ഷൻ അത്ര പോരാ, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതിരുന്നതെന്ന് വർഷ പറയുമ്പോൾ, അത് നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് വർഷയെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട്. നീ കളിയാക്കണ്ട, ഞാൻ മാത്രമാണ് നീ സെലക്ട് ചെയ്തതിൽ ഏറ്റവും നല്ലത് എന്ന് വർഷ പറയുന്നു. ഡ്രസ്സുകൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്തിന് വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എന്താണ് കാര്യമെന്ന് വർഷ അന്വേഷിക്കുമ്പോൾ അച്ഛനെ ഓർമ്മ വന്നെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ അതുതന്നെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആഘോഷിക്കാൻ മറക്കരുത്. എനിക്ക് നിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും വളരെ പ്രഷ്യസ് ആണ്, അത് നീ ഇല്ലാതാക്കരുത്. ശ്രീകാന്ത്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട് എന്ന് വർഷ പറയുമ്പോൾ, ദോശ ഉണ്ടാക്കി തരാം എന്ന് ശ്രീകാന്ത് പറയുന്നു. ഉണ്ടാക്കി തന്നാൽ മാത്രം പോരാ, വാരി തരണം എന്നുകൂടി വർഷ പറയുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ വെച്ച് ശ്രീകാന്ത് വർഷയ്ക്ക് ദോശ വാരി കൊടുക്കുന്നു. ഇനി നീ ഫാമിലിയുടെ കാര്യം ഓർത്ത് സങ്കടപ്പെടരുത്, ഇനി മുതൽ ഞാനാണ് നിൻ്റെ ഫാമിലി. ഈ വീട്ടിൽ നമ്മൾ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് അത് സമ്മതിക്കുന്നു. അടുത്ത സീനിൽ ടാക്സി സ്റ്റാൻഡിൽ കിടക്കുന്ന സച്ചിയെ കാണിക്കുന്നു. അവിടത്തേക്ക് സച്ചിയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലടാ, നമുക്കിഷ്ടം ഉള്ളതെല്ലാം നമ്മുടെ അടുത്തു നിന്ന് പോകുമല്ലേ എന്ന് ചോദിക്കുന്നു. എൻ്റെ വണ്ടി എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ്, അതിപ്പോൾ എനിക്ക് നഷ്ടമായില്ലേ എന്ന് പറയുന്നുണ്ട്. നീ നിൻ്റെ വണ്ടിക്ക് വേണ്ടി എത്ര പൈസ മുടക്കിയതാണ്, അതൊക്കെ ഇപ്പം നഷ്ടമായില്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ലടാ, അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ലേ എന്ന് സച്ചി പറയുന്നു. നീ എന്തിനാ ആ ഫിനാൻസറുടെ അടുത്ത് വഴക്കിന് പോയത്? അയാളെ
അയാളെ പിണക്കിക്കൊണ്ട് നമുക്ക് ഈ ടാക്സി സ്റ്റാൻഡിൽ പണിയെടുക്കാൻ കഴിയുമോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അയാളെ പേടിച്ചൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്കറിയോ അയാൾ എൻ്റെ അച്ഛനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? ശരിക്കും അയാൾക്ക് കൊടുത്തതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് സച്ചിയുടെ വണ്ടി വരുന്നു. സന്തോഷത്തോടെ സച്ചി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. എന്താണ് സാർ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പേപ്പറുകളൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ സച്ചി, അതിനാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നു. സച്ചി ഓടിച്ചെന്ന് കാറിൽ നിന്നും പേപ്പറുകൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. സാർ ഇന്നലെ എനിക്ക് വലിയ സഹായമാണ് ചെയ്തത്. വിശ്വാസത്തിൻ്റെ പുറത്താണ് സാർ എനിക്ക് പൈസ തന്നത്. ഞാൻ ജീവനുള്ള കാലം വരെ ഞാനിത് മറക്കില്ല സാറേ എന്ന് സച്ചി പറയുന്നു. ഇതിലൊക്കെ എന്തിരിക്കുന്നു സച്ചി, ആപത്തിന് സഹായിക്കാനുള്ളതല്ലേ പണം. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അയാൾ അന്വേഷിക്കുന്നു. കുഴപ്പമില്ലെന്ന് സച്ചി പറയുമ്പോൾ ഒരു പേപ്പർ നീട്ടി സച്ചി നീ ഈ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്ത് തരണം എന്ന് പറയുന്നു. അതിൽ ഒപ്പുവെക്കുമ്പോൾ സച്ചിക്ക് സങ്കടം സഹിക്കാതെ കൈവിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോക്യുമെൻ്റ് കൊടുത്ത ശേഷം സച്ചി അയാളോട് സർ ഞാൻ ഈ വണ്ടി ഒന്ന് അവസാനമായി ഓടിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതിനെന്താ സച്ചി, നീ ഓടിച്ചു നോക്കിക്കോ എന്ന് പറയുമ്പോൾ സച്ചി കാർ എടുക്കുന്നു. കാർ ഓടിക്കുമ്പോൾ സച്ചിക്ക് സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല. തിരിച്ചെത്തുന്ന സച്ചി മനസ്സോടെ കാറിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിക്കുന്നു. കാറുമായി അയാൾ പോകുന്നത് നിറകണ്ണുകളുമായി നോക്കി നിൽക്കുന്ന സച്ചിയെ കാണിക്കുന്നു. പിന്നീട് രാത്രിയിൽ കുടിച്ചു വരുന്ന സച്ചിയെ കാണിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് സച്ചി പറയുന്നു. അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കഴിച്ചിട്ട് ഉറങ്ങി എന്ന് രേവതിയും പറയുന്നു. പിന്നീട് സച്ചി റൂമിലെത്തുന്നു. എന്തോ തിരിയുന്നത് ശ്രദ്ധിക്കുന്ന രേവതി എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരു പായ ഉണ്ടായിരുന്നില്ലേ, അതെവിടെയെന്ന് ചോദിക്കുന്നു. രേവതി അത് എടുത്തു കൊടുക്കുമ്പോൾ കഴിച്ചിട്ട് കിടക്കാനായി നിർബന്ധിക്കുന്നു. നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നീ എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം മതി. നന്നായി നടന്നിരുന്ന എൻ്റെ അച്ഛനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടത്തിയില്ലേ നീ എന്ന് സച്ചി പറയുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് രേവതി പറയുമ്പോൾ എല്ലാം നീ തന്നെയാണ് ചെയ്തത്, നീ കാരണം എൻ്റെ കാറും വിറ്റു എന്ന് സച്ചി പറയുന്നു. നിങ്ങൾ എന്തിനാണ് കാറ് വിറ്റതെന്ന് രേവതി ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി പണം വേണമെന്ന് പറഞ്ഞു. വീടിൻ്റെ ആധാരം കാണാനുമില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് സച്ചി പറയുമ്പോൾ ആധാരം ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് രേവതി പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി അത് എനിക്കെങ്ങനെയാണ് അറിയുക, നീ കാരണം എൻ്റെ കാറും പോയി എന്ന് സങ്കടത്തിൽ പറയുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.